ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DHA എക്സാമിന് റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഡസ് നെരഞ്ജോ സ്കോർ 3 സിഗ്നിഫൈസ്? ഓപ്ഷൻ എ ഹൈ പ്രോബബിലിറ്റി ഓഫ് ADR, ഓപ്ഷൻ ബി മോഡറേറ്റ് പ്രോബബിലിറ്റി ഓഫ് ADR, ഓപ്ഷൻ സി പോസിബിൾ ADR ആൻഡ് ഓപ്ഷൻ ഡി ലോ പ്രോബബിലിറ്റി ഓഫ് ADR. അപ്പം ഇതിൽ നെരഞ്ജോ സ്കോർ 3 എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എന്താണ് നെരഞ്ജോ സ്കോർ? നെരഞ്ജോ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ടൂൾ യൂസ്ഡ് ടു ആസസ് ദി അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്. ഡ്രഗ്സിൻ്റെ ഒക്കെ ADR അസസ് ചെയ്യാനുള്ള ഒരു സ്കോറിംഗ് ടൂളാണ് ഈ നെരഞ്ജോ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കുറച്ച് സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻസിന് സ്കോർ ബേസ് ചെയ്തിട്ട് നമ്മളത് ഇൻ്റർപ്രിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്കോർ ബേസ് ചെയ്തിട്ട് നമുക്ക് നെരഞ്ജോ സ്കോർ എന്ന് പറയുമ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ സ്കോർ ഉണ്ടായിരിക്കും. എന്നിട്ട് ലാസ്റ്റ് സ്കോർ ഇൻ്റർപ്രിറ്റ് ചെയ്യാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ഡൗട്ട്ഫുൾ ADR ആണ്. 1 to 4 ആണ് സ്കോർ വരുന്നത് എന്നുണ്ടെങ്കിൽ പോസിബിൾ ADR, 5 to 8 ആണെന്നുണ്ടെങ്കിൽ പ്രൊബബിൾ ADR ആൻഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9 ആണ് സ്കോർ എന്നുണ്ടെങ്കിൽ അവിടെ ഡെഫിനിറ്റ് ADR എന്നാണ് അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ വരുന്നത്. അപ്പം നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് നെരഞ്ജോ സ്കോർ 3 എന്ന് പറയുന്നത് എന്താണെന്നാണ്. അപ്പം നെരഞ്ജോ സ്കോർ 3 എന്ന് പറയുമ്പോൾ കംസ് അണ്ടർ 1 to 4. 1 to 4 എന്ന് പറയുമ്പോൾ പോസിബിൾ ADR ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷനിലുള്ള ഓപ്ഷൻ സി പോസിബിൾ ADR ആണ് നമുക്കിവിടെ നെരഞ്ജോ സ്കോർ 3 എന്ന് പറയുന്നത് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ സ്കോർ ബേസ് ചെയ്തിട്ട് ഓരോ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ആ ഒരു നെരഞ്ജോ സ്കോറിങ്ങിൽ ആ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് നമ്മൾ ആൻസർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ആർ ദർ പ്രീവിയസ് കൺക്ലൂസീവ് റിപ്പോർട്ട്സ് ഓൺ ദിസ് റിയാക്ഷൻ? ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡ്രഗ് റിയാക്ഷൻ നടന്നതിൽ എന്തെങ്കിലും പ്രീവിയസ് റിപ്പോർട്ട്സ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതേപോലെ ഡിഡ് ദി അഡ്വേഴ്സ് ഇവൻറ്റ് അപ്പിയർ ആഫ്റ്റർ ദി സസ്പെക്റ്റഡ് ഡ്രഗ് വാസ് അഡ്മിനിസ്റ്റേർഡ്? ഡിഡ് ദ അഡ്വേഴ്സ് ഇവൻറ്റ് ഇംപ്രൂവ് വെൻ ദ ഡ്രഗ് വാസ് ഡിസ്കണ്ടിന്യൂഡ് ഓർ എ സ്പെസിഫിക് ആൻറ്റഗോണിസ്റ്റ് വാസ് അഡ്മിനിസ്റ്റേർഡ്? ഡിഡ് ദ അഡ്വേഴ്സ് ഇവൻറ്റ് റീഅപ്പിയർ വെൻ ദ ഡ്രഗ് വാസ് റീഅഡ്മിനിസ്റ്റേർഡ്? Are there alternative causes that could have caused the reaction? Did the reaction reappear when a placebo was given? Was the drug detected in the blood or other fluids in the concentrations known to be toxic? Was the reaction more severe when the dose was increased or less severe when the dose was decreased? Did the patient have a similar reaction to the same or similar drugs in any previous exposure? Was the adverse event confirmed by any objective evidence? ഇങ്ങനെ 10 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു നെരഞ്ജോ സ്കോറിങ്ങിൽ ഉണ്ടായിരിക്കുക. ആ ഓരോ കേസിനനുസരിച്ചിട്ട് ഈ ഓരോ ക്വസ്റ്റ്യൻസ് അതിന് സ്കോർ കൊടുക്കും. എന്നിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഇൻ്റർപ്രിറ്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് നെരഞ്ജോ സ്കോർ 3 ആയിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് പോസിബിൾ ADR ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ പേഷ്യൻറ്റ് കംസ് ഇൻ വിത്ത് ദ സൈൻസ് ഓഫ് മെനിഞ്ചൈറ്റിസ് ഇൻക്ലൂഡിംഗ് എ ഹെഡേക്ക്. The doctor lifts the patient's neck to check if knee flexion occurs. What type of examination is this? Option A Brudzinski sign, option B Tinel sign, option C Kernig sign, option D Romberg test. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് മെനിഞ്ചൈറ്റിസ് ഉള്ള പേഷ്യൻറ്റിന് ഡോക്ടർ എക്സാമിൻ ചെയ്തത് നെക്ക് ലിഫ്റ്റ് ചെയ്ത് നീ ഫ്ലെക്ഷൻ വരുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് എക്സാമിനേഷന് എന്താണ് പറയുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ബ്രൂഡ്സിൻസ്കി സൈൻ ആണ്. നമ്മളിവിടെ മെനിഞ്ചൈറ്റിസിൻ്റെ ഒക്കെ എക്സാമിനേഷന് വേണ്ടിയിട്ട് അവിടെ ബ്രൂഡ്സിൻസ്കി സൈന്, അതേപോലെ തന്നെ ഓപ്ഷൻ സി ആയിട്ടുള്ള കേർണിക് സൈന്, ഇത് രണ്ടും നമ്മൾ മെനിഞ്ചൈറ്റിസിൻ്റെ ആ ഒരു എക്സാമിനേഷൻ ടെക്നിക്കാണ്. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും. അപ്പം ഇതിൽ ബ്രൂഡ്സിൻസ്കി സൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തതുപോലെ ആ ഒരു പേഷ്യൻറ്റിൻ്റെ നെക്ക് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നീ ഫ്ലെക്ഷൻ വരുന്നുണ്ടോ എന്നുള്ളതാണ് അവിടെ ആ ഒരു ബ്രൂഡ്സിൻസ്കി സൈനിൽ നമ്മൾ നോക്കുന്നത്. ഈ പിക്ചറിൽ സെക്കൻഡ് പിക്ചറിൽ കാണിച്ചിട്ടുള്ള ആ ഒരു പാറ്റേൺ ആണ് ബ്രൂഡ്സിൻസ്കി സൈനിൽ കാണിക്കുന്നുണ്ടായിരിക്കുക. അതിൽ ആ ഒരു പേഷ്യൻറ്റിന് സുപ്പൈൻ പൊസിഷനിലായിരിക്കും പേഷ്യൻ്റ് ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് പേഷ്യൻറ്റിൻ്റെ നെക്ക് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ഒരു നീ ഫ്ലെക്ഷൻ വരുന്നുണ്ടോ എന്നുള്ളതാണ് ബ്രൂഡ്സിൻസ്കി സൈനിൽ നമ്മൾ നോക്കുന്നത്.
ഇനി കേർണിക് സൈന് അതും നമ്മൾ എന്തിനാണ് മെനിഞ്ചൈറ്റിസിൻ്റെ ആ ഒരു എക്സാമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. ഇവിടെ ചെയ്യുന്നത് ഇവിടെ പേഷ്യൻ്റ് സുപ്പൈൻ പൊസിഷനിലായിരിക്കും. ഇവിടെ ചെയ്യുന്നത് ആ ഒരു പേഷ്യൻറ്റിൻ്റെ നീ അതേപോലെ ഹിപ്പ് 90 ഡിഗ്രിയിൽ വെച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ആ ഒരു നീ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു പേഷ്യൻറ്റിന് പെയിൻ വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കും. പെയിൻ വരികയാണെന്നുണ്ടെങ്കിൽ മെനിഞ്ചൈറ്റിസ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ കേർണിക് സൈനിൽ പെയിൻ വരുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ബ്രൂഡ്സിൻസ്കി സൈനിൽ നമ്മൾ നെക്ക് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നീ ഫ്ലെക്ഷൻ വരുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ആ ഒരു മെനിഞ്ചൈറ്റിസിൻ്റെ ആ ഒരു എക്സാമിനേഷൻ തന്നെയാണ്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഏതാണോ ചോദിച്ചിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് ആൻസർ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നെക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നെക്ക് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നീ ഫ്ലെക്ഷൻ വരുന്നുണ്ടോ എന്നുള്ള നോക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് എക്സാമിനേഷനെ നമ്മൾ പറയുന്നതാണ് ബ്രൂഡ്സിൻസ്കി സൈൻ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നതാണ് ഓറൽ ഡയറക്റ്റ് ത്രോംബിൻ ഇൻഹിബിറ്റർ. ഓപ്ഷൻ എ ആർഗോട്രബാൻ, ഓപ്ഷൻ ബി ഡാബിഗാട്രൻ, ഓപ്ഷൻ സി ഇനോക്സപാരിൻ, ഓപ്ഷൻ ഡി റിവറോക്സബാൻ. ഇത് ഡയറക്റ്റ് ആ ഒരു ക്ലാസിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിൽ ഓറൽ ഡയറക്റ്റ് ത്രോംബിൻ ഇൻഹിബിറ്റർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും? ഓപ്ഷൻ ബി ഡാബിഗാട്രൻ ആണ് ഇവിടെ നമുക്ക് ഓറൽ ഡയറക്റ്റ് ത്രോംബിൻ ഇൻഹിബിറ്ററിന് ആൻസർ വരുന്നത്. എർഗോട്രബാൻ എന്ന് പറയുന്നത് ഏതാണ്? എർഗോട്രബാൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ത്രോംബിൻ ഇൻഹിബിറ്റർ തന്നെയാണ്, പക്ഷെ അത് പാരൻട്രൽ ആണ്. പാരൻട്രൽ ഡയറക്റ്റ് ത്രോംബിൻ ഇൻഹിബിറ്റർ ആണ് എർഗോട്രബാൻ എന്ന് പറയുന്നത്. ഇനോക്സപാരിൻ എന്ന് പറയുന്നത് എന്താണ്? ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻ ആണ് ഇനോക്സപാരിൻ. അതേപോലെ റിവറോക്സബാൻ എന്ന് പറയുന്നത് എന്താണ്? ഓറൽ ഡയറക്റ്റ് ഫാക്ടർ 10A ഇൻഹിബിറ്റർ ആണ് റിവറോക്സബാൻ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആ ഒരു ഓറൽ ഡയറക്റ്റ് ത്രോംബിൻ ഇൻഹിബിറ്ററിനുള്ള എക്സാമ്പിൾ ക്ലാസിഫിക്കേഷൻസ് ശരിക്കും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. ഡാബിഗാട്രൻ ആണ് നമുക്കിവിടെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A 20-year-old man encounters a serious road accident. He is brought to the hospital with deep wounds. His vaccination history is unknown. Which of the following would be best to administer to this patient at this time? Option A, tetanus vaccine. Option B, tetanus immunoglobulin. Option C, tetanus vaccine and tetanus immunoglobulin. Option D, tetanus vaccine and human papilloma virus vaccine. ഇവിടെ റോഡ് ആക്സിഡൻ്റ് ആയിട്ട് വന്ന ഒരു പേഷ്യൻറ്റിന് ഡീപ്പ് വൂൺസ് ആണുള്ളത്. ആളുടെ വാക്സിനേഷൻ ഹിസ്റ്ററി ഈസ് അൺനോൺ. അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഡീപ്പ് വൂണ്ട് ഉള്ള പേഷ്യൻറ്റ്, അതേപോലെ തന്നെ വാക്സിനേഷൻ ഹിസ്റ്ററി അൺനോൺ ആയിട്ടുള്ള പേഷ്യൻറ്റിന് നമ്മൾ എന്താണ് കൊടുക്കുന്നത്? ഓപ്ഷൻ സി, ടെറ്റനസ് വാക്സിൻ ആൻഡ് ടെറ്റനസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കുക. ഇവിടെ മൈനർ വൂൺസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 10 ഇയറിൻ്റെ ആ ഒരു ഗ്യാപ്പാണ് പറയുന്നത്. അവിടെ വാക്സിനേഷൻ ഹിസ്റ്ററി അൺനോൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മൈനർ വൂൺസിന് ആ ഒരു ടെറ്റനസ് വാക്സിൻ മാത്രമാണ് നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കുള്ളൂ. പിന്നെ ആ ഒരു പേഷ്യൻറ്റിൻ്റെ ലാസ്റ്റ് ഡോസ് ഓഫ് ടെറ്റനസ് വാക്സിൻ 10 ഇയേഴ്സിനുള്ളിലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളവിടെ ട്രീറ്റ്മെൻറ്റ് ഒന്നും കൊടുക്കുന്നില്ല. ഇനി 10 ഇയേഴ്സിൽ അധികമായി ആളുടെ ആ ഒരു ലാസ്റ്റ് ഡോസ് TT എടുത്തിട്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ടെറ്റനസ് വാക്സിൻ മാത്രമായിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കുക. ഇത് മൈനർ വൂൺസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി മേജർ വൂൺസ് ആണെന്നുണ്ടെങ്കിൽ 5 ഇയേഴ്സ് ആണ് പറയുന്നത്. പേഷ്യൻറ്റിൻ്റെ വാക്സിനേഷൻ ഹിസ്റ്ററി അൺനോൺ ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ടെറ്റനസ് വാക്സിൻ ആൻഡ് ടെറ്റനസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ആയിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കുക. ഇനിയിപ്പോൾ നോൺ ഹിസ്റ്ററി ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വിത്തിൻ 5 ഇയേഴ്സ് ആണ് ലാസ്റ്റ് ഡോസ് ഓഫ് ടെറ്റനസ് വാക്സിൻ എന്നുണ്ടെങ്കിൽ നമ്മളവിടെ ട്രീറ്റ്മെൻറ്റ് ഒന്നും കൊടുക്കുന്നുണ്ടായിരിക്കില്ല. ഇനിയിപ്പോൾ ആ ഒരു 5 ഇയേഴ്സിൽ കൂടുതലായി ലാസ്റ്റ് ഡോസ് എന്നുണ്ടെങ്കിൽ അവിടെ ടെറ്റനസ് വാക്സിൻ പ്ലസ് ടെറ്റനസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ആയിരിക്കും നമ്മൾ ആ ഒരു പേഷ്യൻറ്റിന് കൊടുക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഏതാണ് കണ്ടീഷൻ അതിനനുസരിച്ചിട്ട് നമുക്ക് ആൻസർ ചൂസ് ചെയ്യാം. മൈനർ വൂൺസ് ആണോ അതോ മേജർ വൂൺസ് ആണോ, അതേപോലെ വാക്സിനേഷൻ ഹിസ്റ്ററി അൺനോൺ ആണോ നോൺ ആണോ എന്നുള്ളത് നോക്കിയിട്ട് ഇതിനനുസരിച്ചിട്ട് നമുക്ക് ആൻസർ ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. A patient develops redness, itching and swelling around her neck after wearing a necklace. What type of hypersensitivity reaction is most likely responsible for her symptoms? Option A, type 1 hypersensitivity. Option B, type 2 hypersensitivity. Option C, type 3 hypersensitivity. And option D, type 4 hypersensitivity. അപ്പോൾ ഇവിടെ ആ ഒരു നെക്ലേസ് കൊണ്ട് ആൾക്ക് അവിടെ റെഡ്നെസ്, ഇച്ചിങ്, സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടായതിനുള്ള റീസൺ എന്തായിരിക്കും? ഏത് ടൈപ്പ് ഓഫ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്.
അപ്പം നമുക്കിവിടെ ആ ഒരു ആൻസർ ആയിട്ട് വരുന്നത് ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ്. ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ നമുക്കവിടെ അറിയാം അത് ഇമ്മീഡിയറ്റ് അലർജിക് റിയാക്ഷൻസ് ആയിരിക്കും. നമുക്കത് വിത്തിൻ മിനിറ്റ്സ് അതിൻ്റെ ആ ഒരു റിയാക്ഷൻസ് നമുക്ക് കാണിക്കാൻ തുടങ്ങും. അതാണ് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ എന്ന് പറയുന്നത്. ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ അത് സൈറ്റോടോക്സിക് ആണ്. അതേപോലെ ടൈപ്പ് 3 ഈസ് ഇമ്മ്യൂൺ കോംപ്ലക്സ് കോംപ്ലിമെൻറ്റ് ആക്ടിവേഷൻ. ആൻഡ് ടൈപ്പ് 4 എന്ന് പറയുന്നത് ഡിലേഡ് ആണ്. ഡിലേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സിംറ്റംസ് വരാൻ വേണ്ടിയിട്ട് തന്നെ ചിലപ്പോൾ 24 to 72 hours ഒക്കെ നമ്മൾക്ക് എടുക്കും. അപ്പോൾ ഈ ഒരു സ്വെല്ലിങ്, ഇച്ചിങ്, റെഡ്നെസ് ഒക്കെ ആ ഒരു നെക്ലേസ് കാരണം ഉണ്ടാവുന്നത് അതൊരു ഡിലേഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ്. കംസ് അണ്ടർ ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു നെക്ലേസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ പേഷ്യൻറ്റ് വിത്ത് നോൺ വൾവുലാർ atrial fibrillation has a Chartwa score of 2. Which anticoagulant is most appropriate choice for stroke prevention in this patient? Option A aspirin, option B rivaroxaban, option C clopidogrel, option D enoxaparin. ചാട്ട്വ സ്കോർ 2 ഉള്ള ഒരു പേഷ്യൻറ്റിൽ നമുക്ക് ആ ഒരു സ്റ്റോക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു ആൻറ്റികൊയാഗുലൻ്റ് ഏതാണെന്നാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ചാട്ട്വ സ്കോർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആട്രിയൽ ഫിബ്രിലേഷൻ ഉള്ള പേഷ്യൻസിൽ സ്ട്രോക്കിൻ്റെ ആ ഒരു റിസ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുന്ന ആ ഒരു മെത്തേഡാണ്, ഈ ഒരു സ്കോറിംഗ് സിസ്റ്റമാണ് ചാട്ട്വ സ്കോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാട്ട്വ സ്കോർ എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റർ ദാൻ 2 ഓർ ഗ്രേറ്റർ ദാൻ 2 ഒക്കെ വരുമ്പോൾ നമ്മളവിടെ ആൻറ്റികൊയാഗുലൻസ് നമ്മൾ ആ ഒരു സ്ട്രോക്ക് പ്രിവെൻഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കും ആ ഒരു പേഷ്യൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ആൻറ്റികൊയാഗുലൻസ് ആയിട്ട് നമ്മൾ മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഡയറക്റ്റ് ഓറൽ ആൻറ്റികൊയാഗുലൻസ് ആണ് നമ്മളിവിടെ സ്ട്രോക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസിൽ വരുന്നതാണ് റിവറോക്സബാൻ. അപ്പോൾ നമുക്കിവിടെ ഈ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളതിൽ നമുക്ക് റിവറോക്സബാൻ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് ഓറൽ ആൻറ്റികൊയാഗുലൻസിൽ വേറെ റിവറോക്സബാൻ, അതേപോലെ എപ്പിക്സബാൻ, ഡാബിഗാട്രൻ, ഇതെല്ലാം നമുക്ക് ആ ഒരു സ്ട്രോക്ക് പ്രിവെൻഷന് വേണ്ടിയിട്ട് ചാട്ട്വ സ്കോർ 2 ഉള്ള പേഷ്യൻറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ലൈൻ തെറാപ്പി ആയിട്ട് നമുക്ക് ഈ ഒരു ഡയറക്റ്റ് ഓറൽ ആൻറ്റികൊയാഗുലൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതിൽ ആസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ, ഇത് രണ്ടും എന്താണ്? ആൻറ്റി പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ഇനോക്സിപാരിൻ, അത് ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻ ആണ്. ഇത് മൂന്നും നമ്മൾ യൂഷ്വലി ആ ഒരു സ്ട്രോക്ക് പ്രിവെൻഷന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നില്ല. ഈ ഒരു ചാട്ട്വ സ്കോർ 2 ഉള്ള പേഷ്യൻറ്റിൽ നമ്മൾ നോർമലി കൊടുക്കുന്നത് ആ ഒരു ഡയറക്റ്റ് ഓറൽ ആൻറ്റികൊയാഗുലൻസ് ആണ്. ഇനിയിപ്പോൾ അത് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ വാർഫാരിൻ കൊടുക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ സിവിയറിറ്റി ഇൻ പേഷ്യൻറ്റ് ഹു എക്സ്പീരിയൻസസ് സിംറ്റംസ് 2 days per week with no exercise limitation and FEV1 greater than 85%? Option A intermittent asthma, option B mild asthma, option C moderate asthma, and option D സിവിയർ ആസ്മ. ഇതിൽ നമ്മൾ ആസ്മയുടെ ആ ഒരു സിവിയറിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സിംറ്റംസ് 2 days per week വിത്ത് നോ എക്സസൈസ് ലിമിറ്റേഷൻ ആൻഡ് FEV1 ഗ്രേറ്റർ ദാൻ 85% ആണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം ഇത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോ ക്ലാസിഫിക്കേഷനിലും എന്തൊക്കെയാണ് ആ ഒരു സിംറ്റംസ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു സിവിയാരിറ്റി ബേസ് ചെയ്തിട്ടുള്ള ആസ്മേൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് ആസ്മയാണെന്നുണ്ടെങ്കിൽ ഡേ ടൈം സിംറ്റംസ് ഈസ് less than or equal to 2 days per week. Night time symptoms is less than or equal to 2 times per month. Rescue inhaler use is less than or equal to 2 days per week, and exercise limitation is none. Exercise limitations ഒന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ FEV1 greater than 80% and FEV1 FVC ratio is greater than 85%. അപ്പോൾ ഈ ഒരു പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടത് 2 days per week സിംറ്റംസ് ഉണ്ട്, നോ എക്സസൈസ് ലിമിറ്റേഷൻ ആൻഡ് FEV1 ഈസ് ഗ്രേറ്റർ ദാൻ 85%. അപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 days per week സിംറ്റംസ് ഉണ്ട്, പിന്നെ അതേപോലെ എക്സസൈസ് ലിമിറ്റേഷൻസ് ഇവിടെ ഇല്ല, ഇൻ്റർമീഡിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ FEV1 ഈസ് ഗ്രേറ്റർ ദാൻ 80%. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു സിംറ്റംസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇൻ്റർമീഡിയറ്റ് ആസ്മയിലാണ്. അപ്പോൾ നമുക്കിതിൽ നിന്ന് ആൻസറായിട്ട് നമുക്ക് ഏത് ചൂസ് ചെയ്യാം?
ഇൻ്റർമിറ്റൻറ്റ് ആസ്മ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ സിവിയറിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ പ്രോപ്പറായിട്ട് പഠിച്ചു വെച്ചാൽ മാത്രമാണ് നമുക്കത് ഏത് ആസ്മയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോൾ മൈൽഡ് പെർസിസ്റ്റൻ്റ് ഉണ്ട്, മോഡറേറ്റ് പെർസിസ്റ്റൻ്റ് ഉണ്ട്, സിവിയർ പെർസിസ്റ്റൻ്റ് ഉണ്ട്. അങ്ങനെ 4 ടൈപ്പായിട്ടാണ് നമ്മളത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ കണ്ടീഷനിലും ഏതൊക്കെയാണ് ആ ഒരു സിംറ്റംസ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത് പ്രോപ്പറായിട്ട് പഠിച്ചു വെച്ചിട്ട് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യന് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ആസ്മേൻ്റെ ആ ഒരു സിവിയറിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, അത് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് വിച്ച് അമംഗ് ദി ഫോളോയിങ് ഡ്രഗ് ഈസ് മോസ്റ്റ് പൊട്ടൻറ്റ്? ഓപ്ഷൻ എ ഡ്രഗ് എ, ഡ്രഗ് ബി, ഡ്രഗ് സി ഓർ ഡ്രഗ് ഡി. ഇവിടെ ഗ്രാഫിക്കലി 4 ഡ്രഗ്സിൻ്റെ കാര്യങ്ങൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മോസ്റ്റ് പൊട്ടൻറ്റ് ഡ്രഗ് ഏതാണെന്നാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. മോസ്റ്റ് പൊട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡ്രഗ് ആ ഒരു ലോ ഡോസിൽ മാക്സിമം എഫക്റ്റ് തരുന്ന ആ ഒരു ഡ്രഗ് ആയിരിക്കും ആ ഒരു മോസ്റ്റ് പൊട്ടൻറ്റ് ഡ്രഗ് എന്ന് പറയുമ്പോൾ. ഏറ്റവും ചെറിയ ഡോസിൽ തന്നെ ഡിസൈർഡ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രഗാണ് മോസ്റ്റ് പൊട്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും ചെറിയ ഡോസിൽ ഇവിടെ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഏതാണ്? ഡ്രഗ് എ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് ഏത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും? പൊട്ടൻറ്റ് ഡ്രഗ് എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ ഡോസിൽ തന്നെ അവിടെ ഡിസേർഡ് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഡ്രഗ് എ ആണ്. പൊട്ടൻറ്റ് ഡ്രഗ് എ ആണ്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ചോദിക്കുന്നതാണ് മോസ്റ്റ് എഫിക്കസി ഉള്ളത് ഏത് ഡ്രഗിനാണ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മോസ്റ്റ് എഫിക്കസി എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം എഫക്റ്റ് ഓഫ് ഡ്രഗ്, മാക്സിമം എഫക്റ്റ് തരുന്ന ഡ്രഗ് ആണ് മോസ്റ്റ് എഫിക്കസി ഉള്ള ഡ്രഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു 3 ഡ്രഗ്സിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് മാക്സിമം എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഡ്രഗ് ഏതാണ്? ഡ്രഗ് സി ആണ്. അപ്പം മാക്സിമം എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഡ്രഗാണ് മോസ്റ്റ് എഫിഷ്യൻറ്റ് ഡ്രഗ്. അതേപോലെ തന്നെ മോസ്റ്റ് പൊട്ടൻറ്റ് ഡ്രഗ് എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ ഡോസിൽ അവിടെ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഡ്രഗാണ് മോസ്റ്റ് പൊട്ടൻറ്റ് ഡ്രഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഡ്രഗ് എ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് നമ്പർ നീഡഡ് ടു ട്രീറ്റ് ഫോർ എ ഡ്രഗ് എ ഈസ് 30, ഡ്രഗ് ബി 25, ഡ്രഗ് സി 9, drug D 20. Which of the following is best efficacy? Drug A or drug B or drug C or drug D. ഇവിടെ പറയുന്നത് നമ്പർ നീഡഡ് ടു ട്രീറ്റ് ഒരു 4 ഡ്രഗ്സിൻ്റെ എ ബി സി ഡി അങ്ങനെ 4 ഡ്രഗ്സിൻ്റെ നമ്പർ നീഡഡ് ടു ട്രീറ്റ് വാല്യൂസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ബെസ്റ്റ് എഫിക്കസി ഡ്രഗ് ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് നമ്പർ നീഡഡ് ടു ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the number of patients to be treated to prevent one adverse event. ഒരു പേഷ്യൻറ്റിന് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അഡ്വേഴ്സ് എഫക്റ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്പർ നീഡഡ് ടു ട്രീറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്പർ നീഡഡ് ടു ട്രീറ്റ് എന്ന് പറയുന്നത് ലോ വാല്യൂ ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രഗ് ബെറ്റർ എഫിക്കസി ഉള്ള ഡ്രഗ് ആണെന്നാണ് പറയുക. അതായത് കുറച്ച് പേഷ്യൻസിന് തന്നെ ട്രീറ്റ് ചെയ്താൽ അവിടെ ആ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രഗ് ബെസ്റ്റ് എഫിക്കസി ഡ്രഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 4 ഡ്രഗ്സ് കൊടുത്തിട്ടുള്ളതിൽ നമ്പർ നീഡഡ് ടു ട്രീറ്റ് വാല്യൂസിൽ ഏറ്റവും കുറവ് വാല്യൂ വരുന്നത് ഡ്രഗ് സിക്കാണ്. അപ്പോൾ ഏറ്റവും കുറവ് ലോ നമ്പർ നീഡഡ് ടു ട്രീറ്റ് വാല്യൂ ഉള്ള ഡ്രഗ് ആയിരിക്കും മോസ്റ്റ് എഫിക്കസി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ഡ്രഗ് സി ആണ്. ഡ്രഗ് സിൻ്റെ വാല്യൂ വരുന്നത് 9 ആണ്. അപ്പം നമ്പർ നീഡഡ് ടു ട്രീറ്റിൽ ലോ വാല്യൂ വരുന്നതാണ് മോസ്റ്റ് എഫിക്കസി എന്ന് പറയുന്നത്. അപ്പം ബെസ്റ്റ് എഫിക്കസി ഡ്രഗ് എന്ന് പറയുന്നത് ഡ്രഗ് സി ആണ്. ഓക്കെ, ഇതേപോലെ തന്നെ ചോദിക്കുന്നതാണ് നമ്പർ നീഡഡ് ടു ഹാം. നമ്പർ നീഡഡ് ടു ഹാം എന്ന് പറയുന്നത് മെയിനായിട്ട് ഡ്രഗിൻ്റെ സേഫ്റ്റി ബേസ് ചെയ്തിട്ടാണ്. നമ്പർ നീഡഡ് ടു ഹാം എന്ന് പറയുമ്പോൾ അതെന്താണ്? നമ്പർ ഓഫ് പേഷ്യൻറ്റ് ടു ബി ട്രീറ്റഡ് ടു എക്സ്പീരിയൻസ് വൺ അഡ്വേഴ്സ് എഫക്റ്റ്. നമ്മൾ ആ ഒരു പേഷ്യൻറ്റിന് അഡ്വേഴ്സ് എഫക്റ്റ് വരുന്നതിന് നമ്മൾ എത്ര പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്പർ നീഡഡ് ടു ഹാമിൽ നമ്മൾ നോക്കുന്നുണ്ടായിരിക്കുക. അപ്പം നമ്പർ നീഡഡ് ടു ഹാം എന്ന് പറയുന്നത് ഹയർ വാല്യൂ വരുന്നതാണ് മോർ സേഫ് ഡ്രഗ് എന്ന് പറയുന്നത്. കുറേ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്താലാണ് ഒരാൾക്ക് അവിടെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രഗ് ആയിരിക്കും കൂടുതൽ സേഫ് ആയിട്ടുള്ള ഡ്രഗ് വരുന്നത്. അപ്പം നമ്പർ നീഡഡ് ടു ട്രീറ്റ് ലോ വാല്യൂ വരുന്നത് എന്തായിരിക്കും? ബെസ്റ്റ് എഫിക്കസി ഡ്രഗ് ആയിരിക്കും. അതേപോലെ നമ്പർ നീഡഡ് ടു ഹാം ഹൈ വാല്യൂ വരുന്നതായിരിക്കും മോസ്റ്റ് സേഫസ്റ്റ് ഡ്രഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ലോ NNT എന്ന് പറയുന്നത്
ബെറ്റർ എഫിക്കസി ആയിരിക്കും. ഹൈ NNH എന്ന് പറയുന്നത് ബെറ്റർ സേഫ്റ്റി ആയിരിക്കും. അപ്പം ഈ 2 പോയിന്റ്സ് മെയിനായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് വാക്സിൻ ഈസ് കോൺട്രാഇൻഡിക്കേറ്റഡ് ഇൻ പ്രഗ്നന്റ് വുമൺ? ഓപ്ഷൻ എ ഹെപ്പറ്റൈറ്റിസ് ബി, ഓപ്ഷൻ ബി BCG വാക്സിൻ, ഓപ്ഷൻ സി പോളിയോ വാക്സിൻ, ഓപ്ഷൻ ഡി മെനിഞ്ചോകോക്കൽ വാക്സിൻ. അപ്പോൾ ഇതിൽ നമുക്കറിയാം പ്രഗ്നന്റ് വുമണിന് കോൺട്രാഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത് എന്താ? ലൈവ് വാക്സിൻസ് പ്രഗ്നന്റ് വുമണിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് BCG എന്ന് പറയുന്നത് എന്താണ്? ലൈവ് വാക്സിൻ ആണ്. നമുക്കത് പ്രഗ്നൻസിയിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. പിന്നെ ഈ ഹെപ്പറ്റൈറ്റിസ്, അതേപോലെ ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ, മെനിഞ്ചോകോക്കൽ വാക്സിൻസ് ഒക്കെ അത് ഇനാക്ടിവേറ്റഡ് വാക്സിൻ ആണ്. ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ആയാലും മെനിഞ്ചോകോക്കൽ വാക്സിൻസ് ഒക്കെ ആയാലും നമ്മൾ പ്രഗ്നന്റ് വുമൻറ്റിന് ആ ഒരു റിസ്ക് ഉള്ളവരിൽ റെക്കമെൻഡ് ചെയ്യുന്ന വാക്സിൻസ് ആണ്. BCG വാക്സിൻ എന്ന് പറയുന്നത് എന്താണ്? ലൈവ് വാക്സിൻ ആണ്. അതേപോലെ MMR, വാരിസെല്ല, ഇതൊക്കെ ലൈവ് വാക്സിൻസ് ആണ്. ഇത് നമ്മൾ പ്രഗ്നൻസിയിൽ കോൺട്രാഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ വാക്സിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് വാക്സിനേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാം, പോയിന്റ്സ് എല്ലാം പ്രോപ്പറായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.